നമസ്കാരം. 2024 ഫെബ്രുവരി 3 ഹരിശ്രീ. ഇന്നത്തെ ടോപ്പിക്ക് ഗുരുത്വാകർഷണ ബലം. ഒന്നാമത്തെ ചോദ്യം, ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ആര്? ഐസക് ന്യൂട്ടൺ. എല്ലാവർക്കും അറിയാം ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടൺ ആണ്. ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? മാസ്, അകലം. ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് മാസ്, അകലം. വസ്തുക്കൾ തമ്മിലുള്ള അകലം കൂടുമ്പോൾ ഗുരുത്വാകർഷണ ബലം കുറയുന്നു. വസ്തുക്കൾ തമ്മിലുള്ള അകലം കൂടുമ്പോൾ ഗുരുത്വാകർഷണ ബലം കുറയും. ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം പരീക്ഷണങ്ങളിലൂടെ നിർണയിച്ചത് ആര്? ഹെൻറി കാവൻഡിഷ്. കറക്റ്റ്, ഹെൻറി കാവൻഡിഷ്. ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം പരീക്ഷണങ്ങളിലൂടെ നിർണയിച്ചത് ഹെൻറി കാവൻഡിഷ്. പരസ്പരം ആകർഷിക്കുന്ന ഒരു നിശ്ചിത അകലത്തിലുള്ള രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ മാസ് ഇരട്ടിയായാൽ പരസ്പര ആകർഷണ ബലം എത്ര മടങ്ങാകും? 2 മടങ്ങ്. പരസ്പരം ആകർഷിക്കുന്ന ഒരു നിശ്ചിത അകലത്തിലുള്ള രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ മാസ് ഇരട്ടിയായാൽ പരസ്പര ആകർഷണ ബലവും ഇരട്ടിയാകും. 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ ഇരട്ടി. ഒരിക്കൽ കൂടി പറയാം. പരസ്പരം ആകർഷിക്കുന്ന ഒരു നിശ്ചിത അകലത്തിലുള്ള രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ മാസ് ഇരട്ടിയായാൽ പരസ്പര ആകർഷണ ബലവും ഇരട്ടിയാകും. അടുത്ത ചോദ്യം, ഭൂമിയുടെ ഉപരിതലത്തിലിരിക്കുന്ന വസ്തുവിനും ഭൂമിക്കും ഇടയിലുള്ള ആകർഷണ ബലം കണ്ടുപിടിക്കാനുള്ള സമവാക്യം? Gmm/r². കറക്റ്റ്, Gmm/r². ഭൂമിയുടെ യഥാർത്ഥ ആകൃതി ജിയോയിഡ്. ഭൂമിയുടെ യഥാർത്ഥ ആകൃതി ജിയോയിഡ്. ഭൂകേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന ഭാരം എത്രയാണ്? 0. ഭൂകേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന ഭാരം 0 ഭൂകേന്ദ്രത്തിൽ വസ്തുവിൻ്റെ ഭാരം 0. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഒരു വസ്തുവിനെ ഉയർത്തിക്കൊണ്ടിരുന്നാൽ ആകർഷണ ബലത്തിൻ്റെ അളവ് കുറയും. എന്ത് മാറ്റം ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ കുറയും. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഒരു വസ്തുവിനെ ഉയർത്തിക്കൊണ്ടിരുന്നാൽ ആകർഷണ ബലം കുറയും. ഉയർന്നു പോകുന്നതോടും ആകർഷണ ബലം കുറയും. ഭൗമോപരിതലത്തിൽ നിന്ന് ഭൂകേന്ദ്രത്തിലേക്ക് പോകുന്ന ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന ആകർഷണ ബലത്തിന്റെ അളവ് കൂടിക്കൂടി വരും. ഉപരിതലത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക്. ആദ്യം പറഞ്ഞത് ഉപരിതലത്തിൽ നിന്ന് പുറത്തേക്ക്, മറ്റേത് ഉപരിതലത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ ആകർഷണ ബലം കൂടും. ഇപ്പം ക്ലിയറായി. ഉപരിതലത്തിൽ നിന്ന് ഭൂകേന്ദ്രത്തിലേക്ക് വരുമ്പോൾ ആകർഷണ ബലം കൂടും. ഉപരിതലത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്നതോറും ആകർഷണ ബലം കുറഞ്ഞുകൊണ്ടേ വരും. ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് മൂലം വസ്തുക്കൾക്കുണ്ടാകുന്ന ത്വരണമാണ് ഭൂഗുരുത്വ ത്വരണം. കറക്റ്റ്, ഭൂഗുരുത്വ ത്വരണം. ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് മൂലം വസ്തുക്കൾക്കുണ്ടാകുന്ന ത്വരണമാണ് ഭൂഗുരുത്വ ത്വരണം. ഭൂഗുരുത്വ ത്വരണത്തിന്റെ ശരാശരി മൂല്യം 9.8 m/s². ഭൂഗുരുത്വ ത്വരണം ശരാശരി ഭൂഗുരുത്വ ത്വരണത്തിന്റെ ശരാശരി ഭൂഗുരുത്വ ത്വരണത്തിന്റെ മൂല്യം 9.8 m/s². 50 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 5 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 5 നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഒരുമിച്ച് താഴേക്ക് പതിച്ചാൽ ഏതായിരിക്കും ആദ്യം താഴെയെത്തുക? ചിന്തിച്ചേ. രണ്ടും ഒരേ സമയം തന്നെ താഴെ എത്തും. കറക്റ്റ്, രണ്ടും ഒരുമിച്ച് താഴെ എത്തുന്നു. 50 കിലോഗ്രാം മാസുള്ള കല്ലും 5 കിലോഗ്രാം മാസുള്ള കല്ലും ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഒന്നിച്ചിട്ടാൽ താഴെ രണ്ടും ഒരേ സമയത്ത് രണ്ടും ഒരുമിച്ച് താഴെ എത്തും. ഒരു വസ്തു ചലിക്കണമെങ്കിൽ പ്രയോഗിക്കേണ്ട ബലം എങ്ങനെയായിരിക്കണം? അസന്തുലിത ബാഹ്യബലം. ഒരു വസ്തു ചലിക്കണമെങ്കിൽ പ്രയോഗിക്കേണ്ട ബലം അസന്തുലിത ബാഹ്യബലം. ഒരു വസ്തു ചലിക്കണമെങ്കിൽ പ്രയോഗിക്കേണ്ട ബലം അസന്തുലിത ബാഹ്യബലം. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ
നേർരേഖ സമചലനത്തിനോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമചലനത്തിനോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം. ഒന്നുകൂടി, ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമചലനത്തിനോ മാറ്റം വരുത്താൻ ഉള്ള കഴിവില്ലായ്മയാണ് ജഡത്വം. നിശ്ചലമായ വണ്ടി പെട്ടെന്ന് ചലിക്കുമ്പോൾ യാത്രക്കാർ പിന്നോട്ട് വീഴുന്നതിന് കാരണം നിശ്ചല ജഡത്വം. നിശ്ചലമായ വണ്ടി പെട്ടെന്ന് ചലിക്കുമ്പോൾ യാത്രക്കാർ പിന്നോട്ട് വീഴുന്നതിന് കാരണം നിശ്ചല ജഡത്വം. ഓടി വരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? ചലന ജഡത്വം. ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതിന് പെട്ടെന്നൊരു മാറ്റം, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തത് ചലന ജഡത്വം ഉള്ളത് കൊണ്ടാണ്. ഒരു വസ്തുവിൽ അന്വാര ത്വരണം സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. ഒരു വസ്തുവിൽ അന്വാര ത്വരണം ഉണ്ടാക്കാൻ ആവശ്യമായ ഫലം ഏതു പേരിൽ അറിയപ്പെടുന്നു? അഭികേന്ദ്ര ബലം. ഒരു വസ്തുവിൽ അന്വാര ത്വരണം അഥവാ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ ഉണ്ടാക്കാൻ ആവശ്യമായ ബലമാണ് അഭികേന്ദ്ര ബലം. ഒരു വസ്തുവിൽ അന്വാര ത്വരണം ഉണ്ടാക്കാൻ ആവശ്യമായ ബലമാണ് അഭികേന്ദ്ര ബലം. ഒരു വസ്തുവിൽ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ ഉണ്ടാക്കാൻ കാരണമായ ബലമാണ് അഭികേന്ദ്ര ബലം. ഇനി അടുത്തത് കാലാവസ്ഥയാണ്. അപ്പോൾ കാലാവസ്ഥ. അതിന് മുമ്പിൽ നമ്മൾ പഠിച്ചത് ഗുരുത്വാകർഷണ ബലമല്ലേ. ഇനി കാലാവസ്ഥയാണ്.